കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 13. നമ്മൾ ശ്ലോകം 27 ജസ്റ്റ് അതിൻ്റെ ആ അർത്ഥം പറഞ്ഞു. എന്താ വെച്ചാൽ ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തിയൊന്നും ആത്മാവിൻ്റെ അല്ല, ഈ ഗുണങ്ങളുമായി സംബന്ധമുള്ള ജീവൻ മാത്രം അനുഭവിക്കുന്നതാണ്. ആത്മാവ് എപ്പോഴും സാക്ഷിയാണ് എന്ന് നമ്മൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞു. അതിനെപ്പറ്റി കുറച്ചും കൂടി പറയാൻ എനിക്ക് പറയണം എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം ഞാൻ അതിന് കുറച്ചും കൂടി വായിച്ചതിനെ പറ്റി ഞാൻ പറയാം. എന്താ വെച്ചാൽ ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇതൊക്കെ ജീവൻ മായയിലത്തെ സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് ബുദ്ധിയിലുണ്ടാവുന്ന ഭ്രമങ്ങളാണെന്നാണ്. അതായത് ശരിക്കും ആത്മാവിന് ഈ 3 അവസ്ഥകളില്ല. നമുക്കതുണ്ട് തോന്നുന്നത് ജീവൻ ഈ മായയിലത്തെ സത്വരജസ്തമോ ഗുണങ്ങളുമായുള്ള സംബന്ധം കൊണ്ടാണ് ബുദ്ധിക്ക് ഈ ഭ്രമാനുഭവങ്ങൾ ഉണ്ടാവണം. ശരിക്ക് ജീവാത്മാവ് അതിൽ നിന്നൊക്കെ ഭിന്നനാണ്, സാക്ഷിയായി നിൽക്കണത്. ശരിക്കും പറയാച്ചാൽ ആത്മാവ് സാക്ഷിയായി നിന്നുകൊണ്ട് ആ 3 അവസ്ഥകളെയും പ്രകാശിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് സാക്ഷി മാത്രമാണ്. എന്താ വെച്ചാൽ ജീവാത്മാവ് എന്നാൽ ആരുടെ സാക്ഷി? ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന അനുഭവങ്ങളെ സാക്ഷിയാണ്. എന്നാൽ അതിനോടൊന്നും ചേരണമില്ല ശരിക്കും ആത്മാവ്. ജീവനാണ് ഇതിനോട് ചേരണത്. അപ്പോൾ അതൊക്കെ ഉള്ളതാണ്, ശരിക്കുള്ളതാണ് തോന്നുക. ശരിക്കും പറയാച്ചാൽ ആത്മാവ് അതിനോട് ചേർന്നു നിൽക്കാതെ ആ 3 അവസ്ഥകളെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷിയാണ്, ചൈതന്യമാണ്. അതിന് ബാലകൃഷ്ണൻ നായർ സാർ ഒരു നല്ല ഉദാഹരണം പറഞ്ഞത് എനിക്ക് വളരെ ഉള്ളിൽ കൊണ്ടു. വേറൊന്നിലും ഞാൻ വായിച്ചില്ല ഈ ഉദാഹരണം. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്റ്റേജിമ്പിലത്തെ ഒരു വിളക്ക് പോലെ. ഇപ്പോൾ കഥകളിയോ അല്ലെങ്കിൽ നാടകമൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കഥകളി കൂട്ടിക്കോളൂ, ഒരു വിളക്ക് അവിടെ ഉണ്ടായിച്ചോളൂ. ഈ കഥകളി രംഗത്തെ വിളക്കിനെ പോലെയാണ് ആത്മാവ്. എന്താ വെച്ചാൽ പല പല വേഷങ്ങൾ വരുന്നു, ആടുന്നു, പോണു. ആ വേഷങ്ങളെ പ്രകാശിപ്പിക്കൽ മാത്രമാണ് ഈ വിളക്കിൻ്റെ പണി, അല്ലേ? ഈ രംഗത്തുള്ള വിളക്കിന് എന്താ പണി? അതിനെ ഒന്നും ബാധിക്കണില്ല. പല പല വേഷങ്ങൾ വന്ന ആടിപ്പോകുന്ന എല്ലാ വേഷങ്ങളെയും അത് പ്രകാശിപ്പിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അതായിട്ടൊരു ബന്ധമില്ല, അല്ലേ? അതായത് പല രംഗങ്ങളും മാറി മാറി വരും. ഈ ആക്ടേഴ്സിൻ്റെ അതിൽ അഭിനയിക്കുന്നവരുടെ ഇപ്പോൾ കഥകളി വേഷമാണെങ്കിലും ഒക്കെ മാറി മാറി വരും, അല്ലേ? ചുവന്നാടി വരും, അല്ലേ? പച്ച വരും, ഒക്കെ വരും. അത് മാറി മാറി വരും. കഥകളനുസരിച്ചിട്ട് രംഗങ്ങളൊക്കെ മാറും, വേഷവിധാനങ്ങളും മാറും. അതിങ്ങനെ വരുമ്പോൾ ഈ വിളക്കിനൊരു മാറ്റമില്ല. വിളക്ക് അതിനെ ആരാ വരണച്ചാൽ അതിനെയൊക്കെ പ്രകാശിപ്പിക്കും, അല്ലേ? ഇതുപോലെയാണ് ജീവാത്മാവ്. ഈ ജാഗ്രത സ്വപ്നം സുഷുപ്തി അനുഭവങ്ങളെയൊക്കെ പ്രകാശിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇതിന് യാതൊരു ബന്ധമില്ല ശരിക്കും ജീവാത്മാവിന്. പക്ഷേ ഈ ജീവൻ അതിനോട് ചേരുമ്പോഴാണ് നമുക്ക് തോന്നണത്. അപ്പോൾ ആ വിളക്കിന് എങ്ങനെയാണ് രംഗത്ത് വരുന്ന വേഷവിധാനങ്ങളെ പ്രകാശിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന അതുപോലെയാണ് ജീവാത്മാവ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി അനുഭവങ്ങൾ അതുപോലെയാണ്. അതായത് ഉണർന്നിരുന്നിട്ട് ലോകത്തെ അനുഭവിക്കുന്നതാണ് ജാഗ്രത. മറ്റതോ, അല്ലേ? ഉണർന്നിരുന്ന് ജാഗ്രതനെ അനുഭവിക്കണം, അതാണല്ലോ ജാഗ്രത അവസ്ഥ അനുഭവിക്കണ്ട. പിന്നെ സ്വപ്നം എന്താ? നമ്മൾ ഉള്ളിലൊരു ലോകത്തിനെ ഉണ്ടാക്കുകയാണ് സ്വപ്നത്തിൽ. എന്നിട്ട് അതിൽ ഞാൻ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. ഒരു ലോകം ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മളെ ഒരു ആന കൊത്താൻ വരുന്നു. അപ്പോൾ ഒരു രംഗം നമ്മളവിടെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് ഞാൻ അതിലുണ്ട്, എൻ്റെ പിന്നാലെ ആന ഓടി വരുന്നു വിചാരിക്കുക, അല്ലേ? അതാണ് സ്വപ്നം. പിന്നെ ഒരനുഭവവും ഇല്ലാതെ നമ്മൾ ഇരുട്ടിലിങ്ങനെ ലയിച്ച് കിടക്കണതാണ് സുഷുപ്തി, അല്ലേ?
ഈ 3 അനുഭവങ്ങൾ മാറി 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 വരുന്നു. ഒന്നുകിൽ ജാഗ്രത, അല്ലെങ്കിൽ സ്വപ്നം, ഈ സുഷുപ്തി. സുഷുപ്തി എന്ന് ഉണർന്നാൽ ജാഗ്രത, പിന്നെ ഉറങ്ങിയാൽ ഒന്നുകിൽ സുഷുപ്തി അല്ലെങ്കിൽ സ്വപ്നം. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ 3 അനുഭവങ്ങളെയും ശരിക്കും ഉണ്ടെന്ന് തോന്നിക്കുന്ന, ഉണ്ടെന്ന് ഉണ്ടാക്കി തീർക്കണ ആ ഞാൻ എന്നുള്ള ആ ജീവാനുഭവം ഉണ്ടല്ലോ, അത് ഒരു മാറ്റവും ഇല്ല. ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ആ ബോധം, അല്ലെങ്കിൽ ആ ശരിക്കുള്ള ജീവാത്മാവിനൊന്നും പറ്റില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ല. ജാഗ്രതയിൽ ഉണർന്നിരിക്കണതും സ്വപ്നം കണ്ടതും ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങിയതും ഒക്കെ ആ ഞാൻ എന്ന ബോധമാണ്. അതായത് എല്ലാവരുടെയും അനുഭവം, അതായത് മാറി മാറി വരുന്ന അവസ്ഥകളെ മാറാതെ നിന്ന് പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ആത്മാവ്. ഈ മാറി മാറി വരുന്ന 3 അവസ്ഥകളെ മാറാതെ നിന്ന്, അവനവന് മാറ്റമില്ലാതെ നിന്ന് പ്രകാശിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ഏത്? ആത്മാവ്. ഈ അവസ്ഥാത്രയം ആത്മാവിനില്ല. ഈ മാറി വരണതൊക്കെ നമുക്കറിയാം അസത്യമാണെന്ന് എന്നുള്ളതല്ല. മാറി വരണത് മുഴുവൻ അസത്താണ്, അല്ലെങ്കിൽ ജഡാണ്. മാറ്റമില്ലാതെ ഏത് നിൽക്കുന്നു അത് മാത്രമേ സത്യമുള്ളൂ. അതിന്ന് നമുക്ക് മനസ്സിലാക്കാം ആത്മാവ് മാത്രമേ സത്യമുള്ളൂ, ഇതൊന്നും സത്യമല്ല, നമുക്ക് മായയിലത്തെ ഭ്രമങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്കതിൽ നിന്ന് തന്നെ നമുക്കിങ്ങനെ യുക്തി കൊണ്ട് മനസ്സിലാക്കാം. അതായത് മാറി വരുന്ന ജാഗ്രത സുഷുപ്തിയിലത്തെ അനുഭവങ്ങളൊക്കെ ഭ്രമാനുഭവങ്ങളാണ്. അതിനെയൊക്കെ നോക്കി നിൽക്കുന്ന ആ സാക്ഷി മാത്രമേ സത്യമായിട്ടുള്ളൂ. മാറി മാറി വരുന്നതൊക്കെ ജഡമാണ്. മാറാതെ ഈ മാറി വരുന്ന അവസ്ഥകളെ പ്രകാശിപ്പിക്കുന്ന ആ ആത്മാവ് മാത്രം, അതാണ് ബോധം. ആ ബോധം മാത്രമേ സത്യമുള്ളൂ എന്നാണ് അപ്പം ഈ വിളക്കിൻ്റെ ഒരു ഇത് വളരെ എനിക്കിഷ്ടമായി. വളരെയധികം കൺവിൻസിങ് ആയിട്ട് എനിക്കത് തോന്നി. അതുകൊണ്ട് ഞാൻ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആത്മാവ് ഒരു മാറ്റവും ഇല്ലാതെ നമ്മളുടെ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അതിനെയൊക്കെ പ്രകാശിപ്പിച്ച് ഒരു മാറ്റം ഇല്ലാതെ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ നമ്മൾ. അപ്പോൾ ആ 27ൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 28 വായിക്കാം. യർഹി സംസൃതിബന്ധോയമാത്മനോ ഗുണവൃത്തിത മയി തൂര്യേ സ്ഥിതോ മയി തുര്യേ സ്ഥിതോ ജഹ്യത്തോ ഗസ്തദ്ഗുണചേതസാം. അല്ലേ? അതെ, 28. യർഹി സംസൃതി ബന്ധോയമാത്മനോ ഗുണവൃത്തിത മയി തുര്യേ സ്ഥിതോ ജഹ്യാത് ത്യാഗസ്തദ്ഗുണചേതസാം. അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം നോക്കാം. അയം സംസൃതിബന്ധ, ഈ ഉണ്ടാകുന്ന ബന്ധം അതല്ലേ ആത്മനഃ അയം സംസൃതിബന്ധ. അങ്ങനെ പറയാം. ഈ ആത്മാവിന് സംസാരത്തിൻ്റെ കാരണമായ ബുദ്ധിയോടുകൂടിയുള്ള ഈ ബന്ധം, അതായത് സംസാരത്തിൻ്റെ കാരണമാണ് മനസ്സച്ച സംസാര. ശരിക്കും പറയാച്ചാൽ മനസ്സാണ് സംസാരി. അപ്പോൾ ബുദ്ധിന്നോ മനസ്സെന്നൊക്കെ പറയാം. അപ്പോൾ ആത്മാവിന് ഈ സംസാരത്തിൻ്റെ തന്നെ കാരണമായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഈ ബന്ധം ഉണ്ടല്ലോ, അത് യർഹി എത്ര കാലമുണ്ടോ തർഹി അത്രയും കാലം ഗുണവൃത്തിദ, അതാണ് ഗുണവൃത്തികളെ നമ്മളെ തോന്നിക്കണത്. എത്ര കാലം ഈ ബന്ധമുണ്ടോ ഈ മനസ്സായിട്ട്, അത്ര കാലം ഇതൊക്കെ ശരിയാ തോന്നും നമുക്ക്. തുര്യമയി സ്ഥിത. അപ്പോൾ തുര്യമയി സ്ഥിത, അതുകൊണ്ട് ഈ ഗുണത്രയത്തിനും 4ാമത്തെ അവസ്ഥയായിട്ടുള്ള തുരീയത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നിൽ, അതാണ് പറഞ്ഞത് തുര്യമയി സ്ഥിത
ജഹ്യാത് അവസ്ഥാതീതനായിട്ട് തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന എന്നിൽ സ്ഥിതനായി, എന്നിൽ മനസ്സുറപ്പിച്ച് സ്ഥിതിച്ചിട്ട് തത് ഗുണചേതസം ത്യാഗ, ആ ഗുണങ്ങളാൽ നിറയപ്പെട്ട മനസ്സിനെ ത്യജിക്കണം. അതേ വഴിയുള്ളൂ. അതാണ് ഈ മനസ്സായിട്ടുള്ള ബന്ധം ആത്മാവിന് ഈ മൂന്നവസ്ഥകളെ മനസ്സായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്, മനസ്സാണ് സംസാരം, മനസ്സുകൊണ്ടാണ് സംസാരത്തിന് കാരണമായിട്ടുള്ള ഈ മനസ്സുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ആത്മാവിന് എപ്പോഴും ഈ മൂന്നവസ്ഥകളൊക്കെ ഉണ്ടാ തോന്നുന്നതേ. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ നോക്കണ്ട വെച്ചാൽ പിന്നെ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഈ ത്രിഗുണങ്ങൾക്കും ഈ മൂന്നവസ്ഥകൾക്കും അതീതനായി തുരീയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന എന്നിൽ മനസ്സിനെ ഉറപ്പിച്ച് ഈ ഗുണങ്ങൾക്കും ചിത്തത്തിനും ത്യജിക്കണം എന്നാണ് പറയണത് ഭഗവാൻ. അങ്ങനെ എന്നിൽ മനസ്സുറപ്പിച്ച് അതിനെയൊക്കെ ത്യജിക്കണം. അതായത് ആത്മാവ് ഈ പിന്നെ മനസ്സുമായിട്ട്, മനസ്സാണ് സംസാരത്തിന് കാരണം എന്ന് ആദ്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സായിട്ട് ബന്ധം ഉണ്ടായാൽ സംസാര ബന്ധം ഉണ്ടാവും എന്ന് മനസ്സിലാവുമല്ലോ അല്ലേ. മനസ്സാണ് സംസാര ബന്ധത്തിന് കാരണം. അപ്പോൾ ഈ ആത്മാവ് മനസ്സായിട്ട് ചേരണ സമയത്ത് സംസാര ബന്ധം ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ഈ ഭ്രമാനുഭവങ്ങളായിട്ടുള്ള ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ഒക്കെ അനുഭവപ്പെടുന്നത് ആത്മാവിനെ. ശരിക്കില്ല. ഈ സംസാരകാരണമായ മനസ്സായിട്ട് അങ്ങോട്ട് ബന്ധിക്കപ്പെടുമ്പോൾ ഈ ഗുണങ്ങളൊക്കെ ആത്മാവിനെയും ബാധിക്കുകയും, ഗുണങ്ങളും ഈ അവസ്ഥ അത്രയോ. അപ്പോൾ എന്താ ഭഗവാൻ പറയണ വെച്ചാൽ അതിനെ ഒഴിച്ച് മാറ്റിയിട്ട് ഈ തുരീയാവസ്ഥയിൽ നിൽക്കണ, ഈ മൂന്നവസ്ഥയ്ക്കും അപ്പുറത്ത് നിൽക്കുന്ന എന്നെ, ആ തുരീയം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന, എപ്പോഴും വർത്തിക്കുന്ന എന്നെ ആശ്രയിച്ച് എന്നിൽ സ്ഥിരമായി മനസ്സുറപ്പിച്ച് ഈ ചിത്തത്തിനെയും മനസ്സിനെയും ഈ ഗുണങ്ങളെ ത്യജിക്കണം എന്നാണ് പറയുന്നത്. ഈ ഭ്രമാനുഭവങ്ങളായിട്ടുള്ള ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളെ മൂന്നിനെയും ഒഴിച്ചു മാറ്റിയിട്ട് നാലാമത്തെ അവസ്ഥയായ നാലാമത്തേതായിട്ടുള്ള ആ തുരീയാവസ്ഥ, അതാണ് ശുദ്ധമായിട്ടുള്ള അനുഭവം. അത് തേടിപ്പോവൽ തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. ആ തുരീയാവസ്ഥയിലേക്ക്, ഈ മൂന്നവസ്ഥയിൽ നിന്നും അതീതമായിട്ട് പോവലാണ് നമ്മുടെ എന്നിട്ട് തുരീയാവസ്ഥയിൽ വർത്തിക്കുക. അതാണ് ബ്രഹ്മസാക്ഷാത്കാരി. അപ്പോൾ തുരീയം എന്ന് പറഞ്ഞ അർത്ഥം തന്നെ നാലാമത്തേന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴാണ് ഈ മനസ്സുമായിട്ട് സംബന്ധം, അപ്പോഴാണ് നമുക്ക് ഈ മൂന്നവസ്ഥകളും സത്യമായിട്ട് തോന്നി. അപ്പം ഭഗവാൻ ഇതിൽ എന്താ പറഞ്ഞ വെച്ചാൽ, ഈ എത്ര കാലം ആത്മാവിന് ഈ സംസാരത്തിന് കാരണമായിട്ടുള്ള മനസ്സിനോട് കൂടിയിട്ടുള്ള ഈ ബന്ധം എത്ര കാലം ഉണ്ട്, ഈ ആധ്യാസിക ബന്ധം, ഈ പ്രൊജക്ഷനായി ഉണ്ടാക്കണ ഈ ബന്ധം എത്ര കാലം ഉണ്ടോ അത്രയും കാലം നമുക്കും ഈ ആത്മാവിനും അതൊക്കെ അനുഭവപ്പെടുന്ന പോലെ തോന്നും. അത് ഭ്രമാനുഭവമാണ്. അതുകൊണ്ട് ഗുണത്രയങ്ങൾക്ക് അതീതനായ എന്നിൽ സ്ഥിതനായിട്ട് എന്നിൽ മനസ്സുറപ്പിച്ച് ഈ മനസ്സിനെയും ഗുണങ്ങളെയും ഉപേക്ഷിക്കണം. അപ്പോൾ ഈ മനസ്സും വിഷയങ്ങളുമായിട്ടുള്ള തുരീയത്തിലേക്ക് പോയിട്ട് അവിടെ വർത്തിക്കുമ്പോൾ ഈ മനസ്സും അതിൻ്റെ മായ കൊണ്ടുണ്ടാകുന്ന ഗുണബന്ധങ്ങളൊക്കെ നമ്മൾ ത്യജിക്കപ്പെടും. അത് തന്നെ ത്യജിക്കപ്പെടും. പരസ്പരം ത്യാഗം ഉണ്ടാവും. അപ്പോൾ ഗുണങ്ങൾക്കും ചിത്തത്തിനും, ഗുണങ്ങൾ മനസ്സിനെ വിട്ടുപോവും, പിന്നെ നമ്മൾ ഗുണങ്ങളെയും വിട്ടുപോകും. അതായത് എപ്പോഴാണ് നമ്മൾ തുരീയാവസ്ഥയിൽ വർത്തിക്കുന്ന ആ ആത്മാവ്, അല്ലെങ്കിൽ നമ്മൾ ഈ മൂന്നവസ്ഥകളും കടന്ന് തുരീയാവസ്ഥയിൽ എപ്പോഴെത്തുന്നു, അപ്പോൾ ആ സമയത്ത് ഗുണങ്ങൾ നഷ്ടപ്പെടും. പിന്നെയോ ഗുണങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട ചിത്തവും നഷ്ടപ്പെടും. ഒന്നുമില്ലാതെയോ. അപ്പം നമുക്ക് രണ്ടും ത്യജിച്ച ഫലവും ത്യജിക്കപ്പെടും. അപ്പം നമ്മൾ തുരീയാവസ്ഥയിൽ തന്നെ വർത്തിക്കും. അപ്പോൾ ഈ ജഗത്ത് വെറും സ്വപ്നം പോലെ തോന്നും. അല്ലെങ്കിൽ ജഗത്ത്
ജഡ എന്ന് മനസ്സിലാവും എന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഇതിലിപ്പോൾ 29 ഇനി 28 വായിച്ച് 29 പോവാം. യർഹി സംസതി ബന്ധോയമാത്മനോ ഗുണവൃത്തിത മയി തുര്യേ സ്ഥിതോ ജഹ്യത്യോഗസ്തദ്ഗുണചേതസാം. അപ്പോൾ ആ വിളക്ക് പോലെ ആയിത്തീരണം നമ്മൾ. നാടകരംഗത്തോ അല്ലെങ്കിൽ പിന്നെ കഥകളി രംഗത്തോ വെച്ച വിളക്ക് പോലെ നമ്മൾ ആ വിളക്കിനെ പോലെ ആയിത്തീരണം എന്ന്. അതായത് വെറും സാക്ഷി മാത്രമായിട്ട് തുരീയത്തിൽ വർത്തിക്കണം. അപ്പം നമ്മളെ എല്ലാ ഈ സംസാര ബന്ധങ്ങളും മനസ്സുമെല്ലാം ത്യജിക്കപ്പെടും, മനസ്സ് നശിക്കും. അപ്പോൾ ഓഫ് കോഴ്സ് ഗുണങ്ങൾക്കും അതീതനാവും, ഗുണങ്ങൾ നശിക്കും. അപ്പോൾ മനസ്സ് നശിക്കുന്നും പറയാം. അഹങ്കാരകൃതം ബന്ധമാത്മനോർത്ഥവിപര്യം വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതസ്ത്യജേത്. അതാണ് ഇതിൽ പറയുന്നത്. അഹങ്കാരകൃതം ബന്ധം, അതായത് അഹങ്കാരത്താൽ ഉണ്ടാകുന്ന അഹന്തയും മമതയും ഈ ബന്ധം ആത്മനഃ അർത്ഥവിപര്യം, ആത്മാവിന് എന്താ ഉണ്ടാവണത്? ആത്മാവിനെ മറച്ചിട്ട് അനർത്ഥം, അതായത് നമുക്ക് ആപത്തുണ്ടാക്കുന്നു അല്ലെങ്കിൽ അനർത്ഥത്തെ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ഈ അഹങ്കാരം കൊണ്ടുണ്ടാവുന്ന അഹന്തയും മമതയും കാരണം നമ്മുടെ ആത്മാവ് വിസ്മൃതമായി പോകുന്നു, അത് അനർത്ഥത്തിന് കാരണമാണ് എന്നറിഞ്ഞ് എന്താണ് വിദ്വാൻ നിർവിദ്യ തുര്യസ്ഥിത വിരക്തനും ത്രിഗുണങ്ങൾക്കതീതനുമായ എന്നിൽ എങ്ങനെ എന്നിൽ മനസ്സോ പിന്നെ ഏകാന്തമായി എന്നിൽ മനസ്സിനെ ഉറപ്പിച്ച് സംസാര ചിന്താം ത്യജേത്. അതുകൊണ്ട് ഞാൻ അഹന്തയും മമതയും അതുകൊണ്ടുണ്ടാവുന്ന ഈ സംസാര ചിന്തകളെയും നശിപ്പിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അഹങ്കാരം കൊണ്ടാണ് എന്തുണ്ടാവണം? ഈ അഹന്തയും മമതയും എന്നാണല്ലോ ഈ ബന്ധങ്ങളൊക്കെ. അതുകൊണ്ടുണ്ടായ ബന്ധത്തിന് ആത്മാവിൻ്റെ അർത്ഥവിപര്യം, അത് ആത്മാവിനെ വിസ്മരിപ്പിച്ച് നമുക്ക് അനവധി അനർത്ഥങ്ങൾക്ക് കാരണമാവും. അതറിഞ്ഞിട്ടൊരു വിദ്വാൻ, വിവേകിയായിട്ടുള്ള ഒരാൾ ഗുണാതീതനായിട്ടുള്ള തുര്യസ്ഥിത, ഗുണാതീതമായിട്ടുള്ള അവസ്ഥാത്രയത്തിൻ്റെ അതീതനായിട്ടുള്ള തുരീയാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഈ സംസാര ചിന്തകളെ, അതായത് ബുദ്ധിയിലുണ്ടാവണ ഈ സംസാര ചിന്തകളെ ത്യജേത് വിട്ടുകളയണം. അതായത് തുരീയാവസ്ഥയിൽ വർത്തിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് പറയണതേ. അതായത് അസത്യങ്ങളായ ഈ ജഡമായിട്ടുള്ള ഈ ജഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതോടെയാണ്, അതായത് ഇതൊക്കെ ദേഹാഭിമാനം വരുന്നതോടെയാണ് നമുക്ക് എന്തുണ്ടാവണേ? ഈ അഹങ്കാരമൊക്കെ നല്ലോണം, മറ്റേത് അഹംബോധമല്ലേ ഉള്ളൂ. ഞാൻ ഈ ശരീരം എന്ന് പറയുമ്പോഴാണ് നമുക്ക് അഹന്തയും മമതയും ഉണ്ടാവണതേ. ആ അഹങ്കാരത്തിനാണ് നമ്മൾ സംസാരബന്ധം തന്നെ പറയണത്. അഹന്തയും മമതയാണ് സംസാരബന്ധത്തിൻ്റെ നാരായ പേര് അല്ലേ. അപ്പോൾ ഒരു വിദ്വാൻ അല്ലെങ്കിൽ വിവേകമുള്ള ആൾ ഈ ജഡവിഷയങ്ങളിലൊക്കെ വിരക്തനായിട്ട് അഹങ്കാരഭാവം വെടിഞ്ഞ് ആ ശുദ്ധ ബോധം അനുഭവമായ ആ തുരീയാവസ്ഥയിൽ എത്തിയിട്ട് അവിടെ തന്നെ വർത്തിക്കണം. ഒരു വിവേകമുള്ള ഒരാൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ഈ ജഡമായ വിഷയങ്ങൾ ഇതൊന്നും ശരിയായിട്ടുള്ളതല്ല, എനിക്ക് തോന്നുന്നുണ്ട് ശരിയെന്ന്, പക്ഷെ അതൊന്നും അല്ല എന്ന് പറഞ്ഞ് ഈ അവസ്ഥാത്രയത്തിന് മീതെയുള്ള തുരീയാവസ്ഥയിലെത്തി അവിടെ തന്നെ വർത്തിക്കണം ഒരു വിവേകിയായിട്ടുള്ള ആൾ. അപ്പോൾ ഈ ജഡവിഷയങ്ങളൊക്കെ, ഈ ദൃശ്യപ്രപഞ്ചം സത്യമാണ്, ഞാൻ ഈ ദേഹമാണെന്ന് തോന്നുന്നിടത്തോളം കാലം ഈ തുരീയ അവസ്ഥയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ദേഹാഭിമാനം ഉണ്ടായി ഇതെല്ലാം നമ്മൾ ഈ ദേഹവും എൻ്റെ അഹന്തയും മമതയും അങ്ങനെ എൻ്റെ അത് നമുക്ക് ആ ഭാവന ഉള്ളിടത്തോളം നമുക്ക് ഈ അവസ്ഥാത്രയത്തിന് മീതെ പോയി തുരീയാവസ്ഥയിൽ എത്താൻ പറ്റില്ല. അപ്പം യുക്തി കൊണ്ട് നമ്മളിങ്ങനെ സ്വയം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തണം. ഈ ജഡവിഷയങ്ങളുടെ ആ ഒരു നശ്വരത ഉറപ്പ് വരുത്തണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇത് നശ്വരമാണ്, ഇത് അസത്യമാണ്, എനിക്കിത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അസത്യമാണ്, ഇത് സത്യമല്ല. അങ്ങനെ നമ്മളെന്നെ ബോധ്യപ്പെടുത്തി, യുക്തി കൊണ്ട് ബോധ്യപ്പെടുത്തി. അല്ലെങ്കിൽ നമുക്ക് ഏതുപോലെ വെച്ചാൽ സ്വപ്നത്തിൽ നമുക്കൊരു ആന കുത്താൻ വരുമ്പോൾ ആന ഉണ്ടെന്ന് തോന്നൂല, അല്ലെങ്കിൽ
നരി കടിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കാട്ടു തീയിൽ പെട്ടു, അങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ ശരിക്കും നമുക്ക് അനുഭവമാവുമല്ലോ. ശരിക്കതല്ലെങ്കിലും അനുഭവം തോന്നുമല്ലോ. ഉണർന്നാൽ നമുക്കല്ല തോന്നും, പക്ഷെ ഉണരുന്നവരെ നമുക്കത് ശരിയേ തോന്നുമല്ലോ. അതുപോലുള്ള അനുഭവത്തിലാണ് ഇപ്പം നമ്മൾ അനുഭവിക്കണതൊക്കെ അതാണ്. അപ്പോൾ ഉണർന്നാൽ സ്വപ്നമായിരുന്നു എന്ന് തോന്നുന്ന പോലെ നമ്മൾ തുര്യാവസ്ഥയിൽ എത്തിച്ചാൽ ഇപ്പം ഈ അനുഭവിക്കുന്നത് മുഴുവൻ സ്വപ്നം പോലെ നമുക്ക് തോന്നും. അതാണ് പറയണത്. സ്വപ്നത്തിന് സ്വപ്നം യഥാർത്ഥമാണെന്ന് കരുതപ്പെടുന്നത് പോലെയാണ് ശരിക്ക് നമ്മൾ ഈ ജാഗ്രതയിൽ അനുഭവിക്കണ ഇതൊക്കെ നമുക്ക് ശരിയാ തോന്നുകയാണേ. എന്താ കാരണം? നമ്മൾ തുര്യാവസ്ഥയിലല്ല, നമ്മൾ ഈ അഹന്തയും മമതയും വെച്ച് ഈ സംസാരത്തിൽ മായായാൽ ഭ്രമിക്കപ്പെട്ടവരായതുകൊണ്ടാണ് നമുക്കിത് ശരിയാ തോന്നണത്. ദ മോമെൻറ്റ് നമ്മൾ ഇതിന്ന് ഉയർന്ന തുര്യാവസ്ഥയിൽ എത്തിയാൽ നമുക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന ഒരാളെ പോലെ ഇതൊക്കെ അസത്യമെന്ന് മനസ്സിലാവും. അതാണ് ഇതിൽ പറഞ്ഞതാട്ടോ. വളരെ നമുക്ക് വിഷമമുള്ളതാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? അഹങ്കാരകൃതം ബന്ധമാത്മനോർത്ഥവിപര്യം വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതത്യജേത്. തുര്യാവസ്ഥയിൽ പോയിട്ട് ഈ സംസാര ബന്ധത്തിനെ മുഴുവൻ ത്യജിക്കണം. അതേ വഴിയുള്ളൂ, അതല്ലാതെ ഒരു വഴിയില്ല. സോറി, എന്തോ ഞാൻ അറിയാതെ തൊട്ടപ്പോൾ വേറെ എന്തോ നെച്ചൂറിൻ്റെ ഞാൻ കേട്ടുകൊണ്ടിരുന്നൊരു റെക്കോർഡിങ് വന്നു, അറിയാതെ കൈ കൊണ്ടപ്പോൾ കേട്ടോ. സോറി. ഒരു പോസ് അവിടെ ഉണ്ടായ, വെരി സോറി കേട്ടോ. അപ്പോൾ എന്താ, അഹങ്കാരകൃതം ബന്ധമാത്മനോർത്ഥ വിപര്യം വിദ്വാൻ നിർവിദ്യ സംസാര ചിന്താം തുര്യേ സ്ഥിതത്യജേത്. അപ്പം നമ്മളെ മനസ്സിനെ യുക്തിപൂർവ്വം ആലോചിച്ച് ഈ ജഡപ്രപഞ്ചം അസത്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ തുര്യാവസ്ഥയിൽ എത്തിയിട്ട് ഈ സംസാരത്തിനെ ത്യജിക്കണം. അല്ലെങ്കിൽ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന പോലെ സംസാരബന്ധം കാരണമാണ് നമുക്കിപ്പോൾ ജാഗ്രതയിലുള്ള അനുഭവങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നത്. ശരിക്കും ആത്മാവിന് അതൊന്നുമില്ല എന്ന് നമ്മളിങ്ങനെ മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നാണ് അപ്പോൾ പറയണത്. ഭഗവാനെ നമ്മളോട് തന്നെ പറയണം, നമ്മൾ ബോധ്യപ്പെടുത്തുന്ന യുക്തി കൊണ്ട് ഈ ജഡവിഷയങ്ങളുടെ അസത്യത്വം ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ നമുക്ക് അനർത്ഥമാണ് എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഒരു ശ്ലോകം കൂടിയും ചെയ്യാം എന്തായാലും. ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തവൻ്റെ കാര്യം എന്താ വെച്ചാൽ, അങ്ങനെയുള്ള ആളെ ഇതിങ്ങ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം വെറുതെയാണ്, വ്യർത്ഥാണെന്ന് പറയണം. യാവന്നാനാർത്ഥധീഹി പുംസോ ന നിവർത്തേത യുക്തിഭി ജാഗർത്യഭി സ്വപ്നജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. എന്താ പറയണ? പുരുഷന് യാവത് എത്ര കാലം വരെ നാനാർത്ഥധി ഈ ശരീരാദികളിൽ എൻ്റേത് എന്ന വിചാരം, നാനാത്വഭാവം, യുക്തികളാൽ ന നിവർത്തേതെ, യുക്തി ഉപയോഗിച്ചിട്ട് എത്ര കാലം ഒരാൾ ഇത് ഇതിന്ന് ശരീരാദികൾ ഞാനാണെന്നുള്ള വിചാരത്തിൽ നിന്ന് പുറത്ത് കടക്കുന്നില്ലയോ, അതുവരെ ജ്ഞാനമില്ലാതെ അജ്ഞാനിയായിട്ട് അതായത് എത്ര ജാഗ്രതയായിരുന്നാലും എത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ചാലും സ്വപ്നെ ഉറക്കത്തിൽ ജാഗരണം യഥാ ഉണർന്നിരിക്കുന്നതായി തോന്നുന്ന പോലെ സ്വപ്നം കാണുന്ന പോലെ ആയിത്തീരുന്നു. എന്താണ് അപ്പം ഞാൻ അത് ഓൾറെഡി പറഞ്ഞു ശരിക്കും വെച്ചാൽ മറ്റേൻ്റെ ഭാഗമായിട്ട്. ഇതിലെന്താ പറഞ്ഞാൽ, ഏതുവരെ എത്ര കാലം വരെ ഈ ഒരു സാധകൻ അല്ലെങ്കിൽ ഒരാൾ ഈ നാനാത്വബോധം യുക്തി ഉപയോഗിച്ച് ഈ നാനാത്വബോധത്തിനെ ഇല്ല എന്ന് സമർത്ഥിച്ച് അതായത് ഈ നാനാത്വബോധത്തിൽ നിന്ന് നിവർത്തിക്കുന്നില്ലയോ, ഇതിന്ന് രക്ഷപ്പെടുന്നില്ലല്ലോ, ഏതുവരെ ഒരു മനുഷ്യൻ യുക്തി കൊണ്ട് ഈ ശരീരാദികളിൽ എൻ്റേത് എന്നുള്ള അഭിമാനത്തെ കളയാതിരിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരു അജ്ഞാനി, അങ്ങനെയുള്ള ഒരാൾക്ക്
ആ മൂഢൻ തന്നെ പറയാം. അങ്ങനെയുള്ളൊരു മൂഢന് ഉണർന്നിരുന്നാലും ഉറക്കത്തിൽ ഉണർന്നിരിക്കുന്നത് പോലെ മാത്രം ഇരിക്കുന്നവനാകുന്നു എന്നാണ് പറയണത്. എന്താ പറയണത് വെച്ചാൽ, അങ്ങനെ വിചാരം ചെയ്ത്, യുക്തി കൊണ്ട് വിചാരം ചെയ്ത് ഈ ഞാൻ ശരീരമാണെന്നുള്ള ബോധം മാറ്റാത്തിടത്തോളം കാലം സ്വപ്നത്തിൽ നമുക്ക് ശരിയാണെന്ന് തോന്നുമല്ലോ, ശരിക്ക് ശരിയല്ലെങ്കിലും അതേപോലെ നമുക്കും ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ യഥാർത്ഥമാണെന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അൺലെസ് നമുക്ക് ശരീരാഭിമാനം മാറണം. ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതൊക്കെ ശരിക്കുള്ളതാണ് തോന്നിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് സ്വപ്നം കാണുമ്പോൾ നമുക്ക് സ്വപ്നത്തിലുള്ളത് ശരിയാ തോന്നും, പക്ഷെ ഉണർന്നു കഴിഞ്ഞാലോ തോന്നില്ലല്ലോ. പക്ഷെ ഇപ്പം നമ്മുടെ സ്ഥിതി അതിൽ കഷ്ടമാണ്. നമ്മൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉണർന്നിരിക്കലും ഒരു സ്വപ്നമാണ് ശരിക്കെന്ന് നമ്മൾ അറിയണില്ല. സ്വപ്നത്തിലത്തെ കാര്യം നമുക്കറിയാം, അത് വളരെ രസമാണ്. ആലോചിച്ച് നോക്കൂ. സ്വപ്നത്തിലത്തെ കാര്യം നമുക്കറിയാം. എന്താ അറിയോ, സ്വപ്നം കാണുമ്പോൾ പേടിച്ചു, പക്ഷെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല, വെറും സ്വപ്നമായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ കാര്യം വളരെ കഷ്ടമാണ്. ജാഗ്രതയിൽ എന്താ അറിയോ, നമ്മൾ ഉണർന്നിരിക്കണമൊക്കെ ഉണ്ട്, പക്ഷെ ഈ ജാഗ്രതും ഒരു സ്വപ്നമാണെന്ന് അറിയണമെങ്കിൽ, നമ്മൾ അനുഭവിക്കുന്ന ഈ ജാഗ്രത ഒരു സ്വപ്നമാണെന്ന് അറിയണമെങ്കിൽ എന്താവണം, നമ്മൾ തുരീയാവസ്ഥയിലേക്ക് പോകണം. അല്ലെങ്കിൽ നമ്മൾ ആത്മാവാണെന്നുള്ള അനുഭവം നമുക്കുണ്ടാവണം. അപ്പോൾ നമ്മൾ ആത്മാവാണെന്നുള്ള അനുഭവം അങ്ങോട്ട് വന്നുവോ, നമ്മൾ ഈ ദേഹം ആണെന്നുള്ള അനുഭവം എപ്പോഴും വിട്ടിട്ട് നമ്മൾ ആത്മാവാണെന്ന അനുഭവം ഉണ്ടാവണമോ, അപ്പം നമുക്ക് ഈ ജാഗ്രതും സ്വപ്നം പോലെയാണെന്ന് മനസ്സിലാവും. പക്ഷെ അതുവരെ നമ്മൾ ഉണർന്നിരിക്കുകയാണ് ജാഗ്രതയിലല്ലേ. എന്നാലും ഇതൊരു സ്വപ്നം തന്നെയാണ്. സ്വപ്നമാണ്, പക്ഷെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു, ഉണർന്നിട്ടില്ല നമ്മൾ. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഉണർന്നിരിക്കുകയാണ് വെച്ചാൽ നമ്മൾ ഉറങ്ങുകയാണ്. നമ്മൾ പിന്നെ ഈ വ്യാവഹാരികമായിട്ട് പറയുമ്പോൾ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, പക്ഷെ ശരിക്കും നമ്മൾ അജ്ഞാനം കൊണ്ട് ഉറങ്ങുക തന്നെയാണ്. കാരണം ഇതും സ്വപ്നമാണേ, പക്ഷെ നമുക്ക് ശരിക്കുണ്ടോ തോന്നുന്നുണ്ട്. എന്താ കാരണം വെച്ചാൽ നമ്മളൊക്കെ ദേഹാഭിമാനമുണ്ട്. ദ മോമെൻറ്റ് നമ്മൾ ആത്മാവാണെന്ന് നമുക്ക് അനുഭവമായോ, ഇത് വെറും സ്വപ്നം പോലെ നമുക്ക് തോന്നും. നമുക്ക് ഉണർന്ന സ്വപ്നം പോലെ തോന്നിയില്ലേ രാത്രി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താ ഒരു കഷ്ടം വെച്ചാൽ, നമ്മൾ ഉണർന്നിരിക്കുകയാണ് എന്നിട്ടും ഉറങ്ങുന്നവൻ തന്നെയാണ്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുന്നൊരവസ്ഥയിലാണ് നമ്മൾ. എന്താ വെച്ചാൽ ഉണർന്നിരിക്കുകയാണെങ്കിലും ഈ ജാഗ്രത ശരിക്കും സ്വപ്നമാണ്, പക്ഷെ നമുക്ക് ഉണർന്നിരിക്കുകയാണെങ്കിലും അത് അനുഭവമാണ്. ആ അനുഭവം അല്ലാതിരിക്കണമെങ്കിൽ ഇതും വെറും സ്വപ്നമാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് ദേഹാഭിമാനം നഷ്ടപ്പെടണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 30 വായിച്ച് ഇന്ന് നിർത്താം. യാവൻ നാനാർത്ഥധീഹി പുംസോ ന നിവർത്തേത യുക്തിഭി ജാഗർത്യഭി സ്വപന്നജ്ഞ സ്വപ്നേ ജാഗരണം യഥാ. അങ്ങനെ പറഞ്ഞ് നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.